ഗുഡ് മോർണിംഗ് സോന. വെരി ഗുഡ് മോർണിംഗ് എബി. നീ ഉണന്നോ? ആ ഉണന്നു. നീ ഉണന്നോ? ഞാൻ ഉണന്നു. ഇന്നു മുതൽ നമ്മൾ ഡീസന്റ് ആവാൻ പോവല്ലേ? അതെ. ഇന്നലെ പപ്പയ്ക്കും മമ്മിക്കും കൊടുത്ത പ്രോമിസ് നമ്മൾ പാലിക്കണ്ടേ? പിന്നെ ഇന്നു മുതൽ എന്നും രാവിലെ 6 മണിക്ക് നമ്മൾ ഉണരുന്നു, പിന്നെ പഠിക്കുന്നു. ഓക്കേ? ഡബിൾ ഓക്കേ. ഇനി മായാമിയും ബേബാൻഡിയും ഓരോ കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചെയ്യട്ടെ. ആ ചെയ്യട്ടെ. ജില്ലം ബട 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 ബട. ഡാ സോന, നീ ഇപ്പൊ എന്തെടുക്കാ അവിടെ? ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ബ്രഷിൽ പേസ്റ്റ് പുരട്ടി കഴിഞ്ഞു. വെരി ഗുഡ്. ഞാനിതാ ബ്രഷ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. നീ ഏത് പേസ്റ്റ് ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്യുന്നത്? കോൾഗേറ്റ് കാൽഷി ഗാർഡ്. അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളെ, ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ. പെട്ടെന്നാവട്ടെ. തണ്ണിച്ചാനും ജോബിച്ചാനും ജോഗിംഗ് ഇറങ്ങി കഴിഞ്ഞു. നമുക്ക് വേഗം ഇരുന്ന് പഠിക്കണ്ടേ? പിന്നെ ഞാൻ കെമിസ്ട്രി നോട്ട് എടുത്തു കഴിഞ്ഞു. മതി മതി, ഞങ്ങൾ കേട്ടു. വിളിച്ചു കൂവി കോളനിയിലുള്ളവരെ മുഴുവനും അറിയിക്കണ്ട. ഗുഡ് മോർണിംഗ് ജെന്റിൽമെൻ. ഗുഡ് മോർണിംഗ് കേണൽ സർ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും 10 മിനിറ്റ്സ് ഏർലിയർ ആണല്ലോ. സാധാരണ നമ്മൾ ജഡ്ജസ് അവന്യൂല്ലേ മീറ്റ് ചെയ്യാറ്? അല്ലല്ല, യു ആർ 10 minutes late. നോ നോ, ഐ ആം ഓൺ ദ ഡോട്ട്. ഓയ് ക്യാ ബോൾത്തി തൂ? ഓയ് ക്യാ വേ ബോലൂ? അത് ശരി, കിടക്കേന്ന് എണീക്കാതെ മൂടിപ്പോച്ച് കിടന്നോണ്ടായിരുന്നു ഈ പ്രസംഗമൊക്കെ അല്ലേ? അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി? അവനും ഇപ്പൊ ഇതുപോലെ മൂടി പൊതിച്ച് കിടന്നുണ്ടാവും ഈ പറഞ്ഞു കൂട്ടിയതൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ അവനെ. അതെ അതെ, അവനത് ടെറസിലിരുന്ന് പഠിക്കുന്നു. വിശ്വാസം വരുന്നില്ലെങ്കിലേ അങ്ങോട്ടേ നോക്ക്. നീ എന്ത് പണിയാ കാണിച്ചത്? ആ എന്തു പറ്റി? നീ കള്ളം പറയാന്നല്ലേ ഞാൻ കരുതിയത്. അങ്ങനെ ഇപ്പൊ കരുതിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ചതിയാ. ഇപ്പൊ മനസ്സിലായില്ലേ മായാമി, എന്തുകൊണ്ട് ഇവിടെക്കാൾ ഭേദം ഞാനാണെന്ന്? അതെ അതെ, വന്ന് വന്ന് ഭയങ്കര മടിച്ചായിട്ടുണ്ട്. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. കരിങ്കോലി. അങ്ങനെ ഇപ്പൊ നീ പഠിച്ച് 10 ദിവസം ആവണ്ട. എന്നിട്ട് വന്നേ. വെരി സോറി മാഡം, ഞാൻ സീരിയസ് ആണേ. ഓഹോ, എന്തൊരു സീരിയസ് പഠിപ്പ്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കാലത്ത് എഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? വെറുതെ അല്ല മോളെ കാരണവന്മാര് പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നത്. മമ്മി, ബേബാൻഡി, ഇവൻ പഠിക്കുമെന്ന് പറഞ്ഞ് ടെറസിലിരുന്ന് അപ്പുറത്തെ പിള്ളസാറിന്റെ മോളിൽ ലൈൻ അടിക്കുവോ? നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ലി. ഇഷ്ടാണെന്ന് വെച്ചാൽ എന്ന് ഇത് തന്നെ ഉണ്ടാക്കിയാലോ? അതിന് ഇന്നലെ അപ്പമായിരുന്നില്ലേ? എന്നുവെച്ചാൽ ഇന്ന് ഇഡ്ലി കഴിക്കണമെന്നുണ്ടോ? എനിക്ക് ഇഡ്ലി കഴിക്കാൻ മൂടില്ല. എങ്കിൽ ഈ പാലും മുട്ടും കഴിക്കേ. പാല് പാടിയിട്ടിരിക്കുന്നു. അതങ്ങ് അരിച്ചു കളഞ്ഞാ പോരെ? പപ്പാ, ഈയിടെയായിട്ട് മമ്മിയുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശമാ. അതെ അതെ, അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ? എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ചായ? ഈ ത്യാഗത്തിനൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ. അപ്പൊ ശരി, ഓക്കെ ബൈ. സോന മോളെ, അല്പം പുട്ടടിക്കുന്ന. പിന്നല്ലാതെ. എന്നാ മോളിരിക്കും. പുട്ടിന്റെ മീൻകറിയുടെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേല. അവിടെ ആണെങ്കിൽ ഡെഡ്ലി പാടകെട്ടിയ പാല് കാളക്കണ്ണൻ. കാളക്കണ്ണൻ? ആ, ബുൾസായി. ഇതെന്താ ഇവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ മുഖവും വീർപ്പിച്ചോണ്ടിരിക്കുന്നത്? കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെയോ? അണ്ടി പോയ അണ്ണാനെ പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സണ്ണിച്ചായ, നമ്മുടെ പുന്നാരമോൻ കൈവിട്ടു പോയോന്നൊരു സംശയം. അതെന്നാ മോളെ പോയോയ്ക്ക് ഇത്രോ നീട്ടം? എന്ത് പറ്റി? ഇന്ന് രാവിലെ പുതിയതായിട്ട് ഡീസന്റ് ആവാൻ തുടങ്ങിയില്ലേ, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ മുകളിലെ ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ സണ്ണിച്ചായ? നമുക്കതൊന്ന് അടച്ചു കെട്ടിയാലോ? ഇവൾ എന്തൊക്കെയായി പറയുന്നത്? ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. പയ്യന്റെ പ്രായം അത്ര ശരിയല്ല. ഇവളോടാരാ ഇവിടെ ഒന്ന് പുട്ടടിക്കാൻ പറഞ്ഞേ? നിനക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? കണ്ടോണ്ടോ, കാര്യം പറയുമ്പോ ചൂടാവുന്നുണ്ടോ? മോള് പറ മോളെ പറ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. മോനെ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ട, ഇവളോട് കഴിച്ചാൽ ശരിയാവില്ല. അയ്യേ, ഈ ഡ്രസ് ഇട്ടോണ്ടാ നീ കോളേജിലേക്ക് വരുന്നത്? ഇതിനെന്താ കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ. ഓഫുൾ. നിനക്ക് ഇത്ര കളർ സെൻസ് ഇല്ലാതെ പോയല്ലോ. അതെ, പെട്ടെന്ന് ഇതൊക്കെ ഉരുട്ടി വിഴുങ്ങി കേട്ടിട്ട് വേറെ മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഡ്രസ് ഇട്ടോണ്ട് വാ. ഓയ്,
ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ കൂടെ വരുന്നവർ മാത്രം വന്നാ മതി. വരുന്ന പ്രശ്നമില്ല. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ നാട്ടുകാർ കാണുന്നല്ലോ. എടാ ഈ ഡ്രസ് ഇവൾക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. പിന്നെ മാക്രിക്ക് കോട്ട് ഇട്ട് കൊടുത്ത പോലെ ഉണ്ട്. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ് ഇട്ടോണ്ട് നീ എന്തിനാ എന്റെ കൂടെ വരുന്നേ? അന്ന് വാങ്ങുമ്പോ നീ തന്നെയല്ലേ ഇത് സെലക്ട് ചെയ്തത്, നന്നായിരിക്കും പറഞ്ഞു. അത് ഇടേണ്ടവരിട്ടാ നന്നാവും. എനിക്കെന്താ കുഴപ്പം? കാണിച്ചു തരാം. നീ കണ്ണാടിയിലോട്ട് നോക്ക്. നീ പ്രേത പോലെ ഉണ്ടടി. ശരി ശരി ശരി, നമുക്കൊരു കോംപ്രമൈസിലെത്താം. ഇതിലൊന്നും തൊട്ടെ. തൊട്ടു. നീ അല്ലടാ മോളെ, മോളെ നിന്ന് തൊട്ടെ. വേണ്ട വേണ്ട, ഇത് പാരയാ. ഒരു പാര ഇല്ല ഇല്ല, മോള് തൊട്. ശരി. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഡ്രസ് ബോക്ക് ചേർന്നില്ല. ഇത് മാറിയിട്ടേ പറ്റൂ. വെരി സോറി. ആ ശർമ്മ വിളിക്കും, എന്റെ മൊബൈൽ ട്രൈ ചെയ്യാൻ പറ. ശരി. പപ്പ പോയോ? ബൈ. ഇത് എന്നതാ ഇത്? ഇതിനിടയിൽ പിന്നെ ഉടുപ്പ് മാറിയോ? മാറി മമ്മി, മാറി. ബൈ മമ്മി. ബൈ. ബൈ പീതാംബര. ഈ ഡ്രസ് കൊള്ളാം. എന്താ ഇതെന്താ ഹോട്ടൽ വെയിറ്റർമാരുടെ യൂണിഫോം പോലെ? ഇത് എവിടുന്ന് കിട്ടി നിനക്ക്? പോയി മാറിയിട്ട് വാ. ഇതിന് ഒരു കുഴപ്പമില്ല. നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത്. കഴിഞ്ഞ ആഴ്ച നിന്റെ പപ്പ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്ന ഇത്. അയ്യോ, അത് മമ്മി നിനക്കാണോ തന്നത്? ആ, അതേ പീതാംബരനെ കൊടുത്തേക്കെന്ന് പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അതടിച്ചു മാറ്റിയില്ലേ? വളരെ മോശം, വെരി ബാഡ്. അതും കൊടുത്തേക്ക് പീതാംബരന്. തന്നിച്ചായ, വെരി സോറി. ഇത്രയ്ക്ക് ഡ്രസ് സെൻസ് ഇല്ലാതായി പോലെ നിങ്ങളുടെ മോന്. കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടോണ്ട് എന്റെ കൂടെ വരുന്നത്? ഓഹോ, എടാ മാനെ, ഇവള് പറയണ ശരിയാ. നിന്റെ ഈ ഷർട്ടേ വളരെ മോശം. പപ്പാ ഒരു കീഴടങ്ങലല്ലാതെ ഇതിന് വേറെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ തൽക്കാലം ഒരു മാർഗവും ഇല്ല, അല്ലേ? അതെ അതെ. എയർ പിടിക്കാതെ കീഴടങ്ങും മാഷേ. ഡ്രസ് മാറ്റിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. പീതാംബര, വൈകിട്ട് ഷർട്ട് വാങ്ങിച്ചോളും കേട്ടോ. ചെല്ലടാ, ചെന്ന് മാറ്റ് മോളെ. ബൈ ബൈ. വേഗം ചെല്ല് മാഷേ. സോന അവിടെ. മേരി ആവാസ് സുനോയിൽ 1ാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം. എപ്പോഴാ സംഭവം? ഇന്ന് ഉച്ചക്ക്. അപ്പൊ അടാറായിട്ട് കൂവാൻ ചാൻസ് ഉണ്ട്. കൂവാനാ? അവൻ ഇന്ത്യയിലെ നമ്പർ 1 സിംഗർ ആയിട്ട് വന്നിരിക്കണേ. ഒക്കെ ശരിയാ. മുഹമ്മദ് റാഫിയുടെ പുനർജന്മം അത് ടിവിയിലെ കണ്ടപ്പോഴേ തോന്നി. പക്ഷെ കോളേജിൽ വന്ന് പഴയ കത്തിപ്പാട്ട് വല്ലതും പാടിയ ഞാൻ കൂവും. ഷുവറാ. വെരി സോറി, ഞാൻ ആദ്യം കൂവും. നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ? അതെ. മേരി ആവാസ് സുനോയിലെ മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയിപ്പോ അഭിപ്രായം മാറ്റണം. അതെന്താ? അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയിൽ കാണുമ്പോഴാണ്. അപ്പൊ ഈ കോളേജിലെ പരിപാടികളിലൊന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താ കാരണം? ചിലപ്പോ ഞങ്ങൾ പേടിച്ചിട്ടാവും. അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും. എക്സ്ക്യൂസ് മീ, നമുക്ക് ഈ ഇന്റർവ്യൂ പിന്നീടാവാം. അല്ല, പറഞ്ഞു തീർന്നിട്ടില്ല, കുറച്ചുകൂടെ പറയണ്ട. അത് മനസ്സ് തുറക്കണം. പറയാമേ, എല്ലാവർക്കും പറയാം. Please, വിട്. Mic വിട്. Please, വിട്. ഈശ്വര, ഇത് കൃത്യസമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ, ഒരു 100 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ, എന്താ വഴിന്ന്. എത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു. എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയ ഒരു പേരിട്ടത്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. വർഷ, ഗുഡ് മോർണിംഗ്. ഭാഗ്യം, ഏതായാലും മിഠായിക്കൊന്നും പറ്റില്ല. സോറി, ഐ എം റിയലി സോറി. താൻ തടഞ്ഞു വേണതിന് ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത്? ഒന്നുമില്ല, എന്നാലും സോറി. താങ്ക് യു. ഓ സോറി, മറന്നു. ബിജു, എന്താ? ബർത്ത്ഡേയാ. ഓ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. താങ്ക്സ്. കഴിഞ്ഞ ആഴ്ചയല്ലേ സ്വീറ്റ്സ് തന്നത്? അപ്പൊ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? അതെന്റെ. അപ്പോ കഴിഞ്ഞ മാസോ? അത് മമ്മിയുടെ. അപ്പൊ ഇതോ? ഇത് ഗ്രാൻഡ് മദറിന്റെ. ഷീസ് 86 നൗ. എന്റെ അമ്മ,
എടാ ബിജു, നീ പറഞ്ഞ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ തിരിച്ചെടുത്തോ? എനിക്ക് വർഷയോടൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ പക്ഷേ? പ്രായമായ 3 സഹോദരിമാര്, രോഗിയായ അമ്മ, വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴുക്കുടിയനായ അച്ഛൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലെ മോഹങ്ങളുണ്ടാവില്ലേ? അതൊരു തെറ്റാണോ? വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത്, ഒരു ചായ കുടിക്കുന്നത് പാവാണോ? എന്നിട്ടോ മൂർഖം കടക്കാരൻ ഭാസ്കരേട്ടൻ എന്റെ കുത്തിരി പിടിച്ചു നിർത്തി. ഒരു 100 രൂപ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാൻ തന്നല്ലോ. അത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ? അത് ജ്യൂസ് കടക്കാരൻ ദേവസ്യേട്ടന്റെ മുഖത്ത്. ഇത് മനസ്സിലായി. ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പല കുട്ടികളും എന്റെ കാശ് വാങ്ങുന്നുണ്ട് ഭവിഷ്യ. എന്നെ കൂടുതൽ പെടുത്തരുത്. അയ്യോ ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. 100 രൂപയല്ലേ, തരാം. എല്ലാം കൂടി മറക്കാതെ അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കണം. ഉറപ്പാണേ? അതുറപ്പ്. അപ്പൊ അങ്കിൾസോ ക്യാൻറ്റീൻസോ? അതവന്റെ പോക്കറ്റ്സിൽ. താങ്ക് യു. ഒരുപാട് ആയിട്ട് അലച്ചതാണ് മോനെ. വർഷ, എനിക്ക് മാത്രം സ്വീറ്റ്സ് തന്നില്ല. ഐ ആം സോറി. ഇയാൾ എനിക്ക് മാത്രം എന്താ സ്വീറ്റ്സ് തരാത്ത? ഐ ആം റിയലി സോറി, ഞാൻ മറന്നു. ഇതിപ്പോ ആദ്യമല്ലല്ലോ ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും. അതിലെന്തോ ഇല്ലേ? അങ്ങനെ വരട്ടെ, ഇത്തവണയും നിനക്ക് സ്പെഷ്യൽ. ഇതിലെന്തോ ഉണ്ട് മോഞ്ഞേ. ഞാൻ പോരാ.